നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ. ഞാൻ ലൂർദസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പ്രഗ്നൻസി ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന അവസ്ഥയെ പറ്റിയാണ്. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഡയഗ്നോസിസ് ആണ്. കാരണം തൈറോയിഡ് ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തൈറോയിഡ് ഹോർമോൺ കൂടുതലാണ് എന്ന് സസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? അപ്പോൾ പേഷ്യൻറ്റിന് പ്രഗ്നൻസിയിൽ സാധാരണ വെയിറ്റ് ഗെയിനാണ് വരുന്നത്, പക്ഷേ ഇതിനകത്ത് വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കും, നമ്മൾക്ക് വിറയൽ വരും, എപ്പോഴും ഒരു ആങ്സൈറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ പോയി തൈറോയിഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പ്രഗ്നൻസിയുടെ സമയത്ത്. അപ്പോൾ T3 T4 കൂടിയിരിക്കും, TSH വളരെ ലോ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇത് അപ്പോൾ തന്നെ അഡ്രസ്സ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പ്രീ ടേം ബർത്ത് വരാൻ സാധ്യതയുണ്ട്, നമ്മളുടെ മിസ്കാരേജ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾക്ക് ഹാർട്ട് ഫെയിലിയറും പിന്നെ തൈറോയിഡ് സ്റ്റോം എന്ന് പറയുന്ന വളരെ ജീവന് വരെ ഹാനി ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അമ്മയുടെ BP ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മളുടെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൻറ്റിബോഡി നമ്മളുടെ കുട്ടിയുടെ മേത്തേക്കും പാസ് ചെയ്ത് കുട്ടിയുടെ തൈറോയിഡ് ഹോർമോണും കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഓവറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ തൈറോയിഡ് ഹോർമോൺ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് നമ്മളുടെ പ്രഗ്നൻസി ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഓരോ 3 ആഴ്ചയും നമ്മൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് മോണിറ്റർ ചെയ്ത് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് T3 T4 വളരെ നോർമൽ ആയിട്ടുള്ളൊരു റേഞ്ചിൽ വെച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം കുട്ടിക്കും അമ്മയ്ക്കും വരും. പിന്നെ മാത്രമല്ല അതിൻ്റെ മരുന്നുകൾക്കും അത്യാവശ്യം സൈഡ് ഇഫക്ട്സ് ഉണ്ട് പ്രഗ്നൻസിയുടെ സമയത്ത് എടുക്കുമ്പോൾ. അപ്പോൾ ആദ്യത്തെ 12 ആഴ്ച ഒരു പ്രൊപ്പൈൽ തയോയുരാസിൽ എന്ന് പറഞ്ഞൊരു മരുന്നും ബാക്കിയുള്ള സമയം കാർബിമസോൾ, മെത്തിമസോൾ എന്നീ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ 12 ആഴ്ച നമ്മൾ കാർബിമസോളാണ് കൊടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് പല വൈകല്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 28ാം ആഴ്ച ആൻറ്റിബോഡീസ് എല്ലാം അസസ് ചെയ്ത് കുട്ടിയിലേക്ക് ഈ മരുന്ന് ഈ സംഭവം ഈ അസുഖം ട്രാൻസ്മിറ്റബിൾ ആണോ എന്നും കൂടെ അസസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വക സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് TSH 0.1 താഴെയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്.